ഹായ് ഗായ്സ്, വെൽക്കം ടു നീതിയു നമസി വ്ളോഗ്സ്. പോളി ക്ലിനിക്കിൽ നിന്ന് ഞങ്ങൾ വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് ഇതിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് പോളി ക്ലിനിക്കിലാണ് കേട്ടോ. അവിടെ ഒരു വലിയ ഫാമിലി തന്നെയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ ജൂൺ 1-ാം തീയതി ആയിരുന്നു കേട്ടോ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. നല്ലോണം തന്നെ നേരം വൈകിട്ടോ വീഡിയോ ഇടാൻ. കാരണം സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരം കിട്ടിയില്ല കേട്ടോ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ. ഹായ് ഗൈസ്, അപ്പം നമ്മളിപ്പോൾ പോളി ക്ലിനിക്കിൽ എത്തിയിട്ടോ. കുറച്ച് പേരൊക്കെ വരാനുണ്ട്. 8 മണിക്ക് തന്നെ എല്ലാവരും എത്തിയിട്ടോ ഗൈസ്. ഞങ്ങളിതാ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഓടുകയാണ് കേട്ടോ. കാരണം എന്താ, സീറ്റ് പിടിക്കണ്ടേ. 2 ടൂറിസ്റ്റ് ബസ് ഒരു ട്രാവലർ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞങ്ങളിതാ ഗൈസ് വണ്ടിയിലൊക്കെ കയറി. വണ്ടി കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും എല്ലാവരും ട്രിപ്പ് മൂഡിലേക്കായിട്ടോ ഗൈസ്. അങ്ങനെ ദാ ഗൈസ് എല്ലാവരും പാട്ട് പാടിട്ടോ. പിന്നെ ഞാനും അച്ഛനൊക്കെ പാടിണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ക്ലിപ്പിങ്സ് ഒന്നും കിട്ടിയില്ല. അടിപൊളി സീനറി ആയിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് ഡാൻസ് വൈബ് ആയിരുന്നു അവിടെ. പിന്നെ നമ്മൾ അടിപൊളി ഫിലിം സോങ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ കളിച്ചത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ആ സോങ്സ് ഒന്നും ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും കേട്ടോ. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റെഫി ചേച്ചി ഒരു പാട്ട് പാടിട്ടോ. പ്രവീൺ ചേട്ടനോട് പാടാൻ പറഞ്ഞു, പക്ഷെ പാടിയില്ല കേട്ടോ. മനു അവന്റെ അമ്മയുടെ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു കേട്ടാ. അപ്പോഴേക്ക് 2ാമത്തെ ടൂറിസ്റ്റ് ബസ് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോവാണ് കേട്ടാ.
അവിടെ ആണെങ്കിൽ പാട്ടും ബഹളൊക്കെ ആണെങ്കിൽ അത് കണ്ട് ഓടിയിട്ട് കേട്ടോ. രണ്ടാമത്തെ ബസ്സിലത്തെ വൈബ് നല്ല രസമുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. Por el final, ahí bien cerquita del apagón. Fue sin mar, fue sin flores y sin balcón. Nuestro foquito se nos quemó, no queda pulso ni corazón. ¿Qué voy a hacer ayer? Mañana puedo perder. Debo ir a buscar. Chao, adiós. Fue sin flash, ese instante revelación. Cayó la ficha del no va más. അടിപൊളി പാട്ടുകൾ ഇട്ടിട്ടായിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യാനാ, യൂട്യൂബ് കോപ്പിറൈറ്റ് കാരണം ഇടാൻ പറ്റില്ല. നമ്മുടെ ട്രാവലറത്തെ വൈബ് വൈശാഖ് ചേട്ടനൊക്കെ കീഴിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. സോജൻ ചേട്ടനും ഡാൻസ് കളിച്ചില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ പാലക്കാട് തനിമയിലെത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇറങ്ങുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ തനിമ എൻട്രൻസ് എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ വോളുമ തനിമ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് കൈമ കെട്ടാനായിട്ട് ഒരു എൻട്രി പാസും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഗൈസ് അകത്തുള്ള കാഴ്ചകൾ. എന്താ രസം കാണാൻ. ഇരിക്കാനുള്ള സ്ഥലവും പിന്നെ ഈ ചെടികളൊക്കെ നല്ല രീതിയിൽ വെട്ടി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നല്ല പ്രകൃതി മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഗൈഡ്സ് നമുക്ക് ക്ലാസ്സസ് ഒക്കെ എടുത്ത് തന്നു. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെ വഴികളിലൂടെയാണ് പോകേണ്ടതെന്നൊക്കെ. പിന്നെ നമ്മൾ 100-ൽ പരം ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ 6 ഗ്രൂപ്പ്സ് ആയിട്ടാണ് കേട്ടോ തരംതിരിച്ചത്. ഓരോ ഗ്രൂപ്പ്സിനും ഓരോ ഗൈഡ്സ് വീതം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതിനൊക്കെ ശേഷം നമ്മളെ ഗൈഡ് ഓരോ ചെടികൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള പലതരം ചെടികളുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഗൈഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ചുറ്റും മരങ്ങളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
പിന്നെ അവിടെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. 4 കെട്ട് മോഡൽ സ്റ്റേ ഹോമുകളാണ് കേട്ടോ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് പെറ്റ്സിനൊക്കെ ഫീഡ് ചെയ്യാനുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ കിളീനൊക്കെ ഫീഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ കുറേ പേര് വന്ന് പോയിട്ട് അവരുടെയൊക്കെ വയറ് നിറഞ്ഞിരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഭക്ഷണമൊന്നും നമ്മൾ ഫീഡ് ചെയ്തിട്ടും അവർ കഴിച്ചില്ല. അച്ഛൻ്റെ കൈക്കൊക്കെ വന്നിരുന്നു കേട്ടോ. ഞാൻ കുറേ അതിൻ്റെ അടുത്തേക്കൊക്കെ പോയി നോക്കിയിട്ടും എൻ്റെ കൈമയ്ക്കൊന്നും വന്നില്ല. പിന്നെ പാമ്പിനൊക്കെ എടുത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പാമ്പിനെ എടുത്ത ദിവസമായിരുന്നു അന്ന്. പിന്നെ കുറേ പേര് പാമ്പിനെ എടുത്തു. ഗൈസ്, ഞാൻ പാമ്പിനെ എടുക്കുകയാണ്. നല്ല പേടി ഉണ്ടായിരുന്നു, പക്ഷെ എടുത്തപ്പോൾ എന്തോ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എടുത്തു. അങ്ങനെ ഗൈസ് ഓരോരുത്തരായിട്ട് എടുക്കുകയാണ്. ഗൈസ് നമുസും അമ്മേനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഞാനും നമുസൊക്കെ ആമേനെയും എടുത്തു കേട്ടോ. അങ്ങനെ ഗൈസ് അവസാനമായിട്ട് നമ്മുടെ ടോമി ചേട്ടനും കൂടി എടുത്തു കേട്ടോ പാമ്പിനെ. പിന്നെ അവിടെ വേറെയും മൃഗങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിടിക്കാൻ. പക്ഷെ നമ്മൾ അതിനൊന്നും തൊടാൻ പോയില്ല. പാമ്പിനെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതെന്തായാലും സാധിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും നടന്നു കേട്ടോ. അവിടെ ചെറിയൊരു പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കയറി കുറേ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിതാ ഗൈസ് ചെറിയ പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. 3 ചിടുങ്ങോളുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ കയറി ട്രെയിനിൽ നമ്മളിതാ ഗൈസ് കയറാൻ പോവാണ്. ബെല്ലടിച്ചിട്ട് പോണ ട്രെയിനൊക്കെ ആയിരുന്നു. ഞാൻ എന്താ ഗൈസ് കയറി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് 4 കെട്ടിൻ്റെ ഉൾഭാഗം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ബോട്ടിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഗൈസ് ഒരാൾ പോകുന്ന കണ്ടില്ലേ, അത് ഞാനാണ് ഗൈസ്. ഞാൻ സിപ്പ് ലൈനിൽ കൂടെ പോയിട്ടോ. എൻ്റെ വലിയൊരു ആഗ്രഹം ഞാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ കണ്ടുവരികയായിരുന്നു. നല്ല പച്ച പച്ച പച്ച, മൊത്തം പച്ചയാണ് കേട്ടോ. എവിടെ നോക്കിയാലും പച്ചപ്പ് തന്നെയാണ്. പിന്നെ ഒരു ഡോഗിനെയൊക്കെ കണ്ടു കിട്ടോ നമ്മൾ. അങ്ങനെ നടക്കുമ്പോ ആ ട്രെയിനിൽ വീണ്ടും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഹായ് ഹായ്. ഇതാണ് കേട്ടോ ഗൈസ് ഫ്രണ്ട് വ്യൂ ട്രെയിനിൻ്റെ. അയ്യോ, പിന്നെ ഗൈസ് ചേച്ചിമാർ ബോട്ടൊക്കെ ഓടിച്ച് നോക്കി. അങ്ങനെ നമ്മൾ നടന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ടാണ്. നമ്മൾ പോയത് ആർട്ടിഫിഷ്യൽ റെയിനുള്ള സ്ഥലത്തേക്കായിരുന്നു കേട്ടോ.
അതിന് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പം മുകളിൽ കൂടെ അങ്ങനെ വെള്ളം തെളിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര കുളിർമയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അതിന് ആർട്ടിഫിഷ്യൽ റെയിൻ എന്ന് പറയുന്നത്. ഞാനും അമ്മയൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ അത് കൂടെ നടക്കാൻ. പിന്നെ അവിടെ കുറേ റൈഡ്സും ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ട് അഡ്വഞ്ചർ റോപ്പ് വാക്കിംഗ് പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലെനിക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ, കാരണം എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ അവിടെ ഫിഷ് സ്പാ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനവിടെ 2-3 വട്ടം ഇങ്ങനെ പോയിരുന്നു. നല്ല രസമാണ് അതിങ്ങനെ കടിക്കുമ്പോൾ, ഇങ്ങനെ കിക്കിളിയാവും. ഞാൻ അത് കയറും ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. എനിക്കിപ്പോഴും അത് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. കൂടുതലും മീൻ എൻ്റെ കാലിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നു. പിന്നെ ദാ ഗൈസ് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ആടാൻ. അവിടെ ഉന്തി കളിക്കാണ് കേട്ടോ ഊഞ്ഞാല്. ഡാലി ചേച്ചീനെ സരിതേച്ചി ഇങ്ങനെ ഊഞ്ഞാലാട്ടി വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിരുന്നപ്പോഴേക്കും അവിടെ ആൾക്കാർ കൂടി ഫിഷ് സ്പാ ചെയ്യാനായിട്ട്. ഞാൻ കളിക്കും, വീണ്ടും ഫിഷ് സ്പാ ചെയ്യാൻ വരും. കാരണം അത് നല്ല സുഖമാണ് ചെയ്യാൻ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അവിടെ ഈ ബൈക്കിൽ റൈഡ് ചെയ്യാൻ പറ്റുന്നില്ലേ, അതുണ്ടായിരുന്നു. ഞാൻ അതിൽ കയറി. അത് പേയ്മെൻറ്റ് ചെയ്താലാണ് കേട്ടോ അതിലേക്ക് കയറാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. ഒരു ചേട്ടൻ ഇങ്ങനെ ഓടിപ്പിക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ ഗൈസ് നമ്മുടെ വൈശാഖ് ചേട്ടൻ ഹൊയ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു തുഴഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അറിയുന്നവരെന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ കുറേ പേര് അവിടെ ഇങ്ങനെ കയാക്കിങ്ങും പെഡൽ ബോട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്തു കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ് വൈശാഖ് ചേട്ടൻ ഇപ്പോൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എനിക്കും ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെറുതായതുകൊണ്ട് എന്നെ കയറ്റിയില്ല. പിന്നെ 2 പേര് തുഴഞ്ഞു പോകുന്ന കയാക്കിങ് ഇല്ലേ, അതും ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിലെന്നെ കയറ്റിയില്ല. പെഡൽ ബോട്ടിൽ എനിക്ക് ചവിട്ടാനും പറ്റിയില്ല. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയൊരു സംഭവമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ സിമ്പിളൊക്കെ ആയിട്ട് തോന്നി, പക്ഷെ ഓടിച്ചൊക്കെ നല്ല പാടുണ്ട്. പേയ്മെൻ്റ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുതിരവണ്ടിയിൽ കയറി. അതും നല്ല സുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുലുങ്ങി പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജാണെങ്കിൽ കാലിയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ പോയി കയറിയത്. ആകാശത്തിൽ കൂടെ നടക്കണ പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ഫുൾ വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല രസമായിട്ട് കാണാം. ഗൈസ് ആ നടപ്പാതയിലൂടെയാണ് കേട്ടോ ഞാൻ മുമ്പ് നടന്ന് കാണിച്ചത്. ശരിക്കും നാച്ചുറലാണ് കേട്ടോ ഇവിടെ. അത് നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ കണ്ടാൽ അറിയാം. പിന്നെ ഇവിടെ ആയിട്ടൊരു മച്ചിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കണ പോലെയാണ് കേട്ടോ ഉള്ളത്. കുറേ നേരം അങ്ങനെ സംസാരിച്ച് നിന്നു. പിന്നെ മറ്റേ കുതിരവണ്ടിയുടെ അപ്പുറത്തുള്ള സംഭവമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ തൊഴുത്തൊക്കെ പോലെ ഉണ്ട്. ആടിനെയും പശുവിനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ കുറേ പേര് കയറുന്നുണ്ടായിരുന്നു കുതിരവണ്ടിയിൽ. പിന്നെ ഊഞ്ഞാലാടി റൈഡൊക്കെ ചെയ്തു. നല്ല രസമായിരുന്നു എന്തായാലും. പിന്നെ എന്താ ഗൈസ് അച്ഛൻ സൈക്ലിങ് ചെയ്തു കേട്ടോ. അച്ഛനും അമ്മയും സൈക്ലിങ് ചെയ്തു. ഇതാ ഗൈസ് അപ്പോൾ കുഞ്ചി സിപ്പ് ലൈനിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ വിറങ്ങിലിച്ച് ഇങ്ങനെ വരുന്നുണ്ട് സൈക്കിളിൽ കൂടെ. അമ്മ ശരിക്കും പേടിയും നടുക്കെത്തിയപ്പോഴേക്കും. പിന്നെ ഞാനും സിപ്പ് ലൈനിൽ കൂടെ പോയിട്ടോ. ഞാൻ 2 വട്ടം പോയി. എനിക്ക് നല്ല ഇഷ്ടമായി. സിപ്പ് ലൈനിൽ കൂടെ പൊട്ടി വീണമെന്നൊക്കെ ഒരു വാർത്ത കേട്ടു. അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും നെഞ്ചിടിച്ചു കേട്ടോ. പിന്നെ നമസൂനെയും കയറ്റി. അവൾ കരഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അവൾ കയറണമെന്ന് പറഞ്ഞു, പക്ഷെ കയറ്റിയപ്പോൾ അവൾ ഒറ്റയ്ക്കാന്ന് മനസ്സിലായപ്പോൾ അവൾ കരഞ്ഞിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ അവൾ പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് വീണ്ടും കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ അവളും പോയിട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് അമ്മയും എന്താ ഓക്കെ പറഞ്ഞ് കയറുന്നുണ്ട്. അമ്മേനെ എന്താ പറഞ്ഞു വിട്ടു ഗൈസ്. ടാറ്റാ. അമ്മ പോയിപ്പോ അന്നമ്മ കണ്ടോ കയറിയത്. പോകുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. നല്ല തിരക്കായിട്ടോ അപ്പോഴേക്കും.
അങ്ങനെ സിപ്പ് ലൈൻ കഴിഞ്ഞിട്ട് പിന്നെ വിനീഷ് ഞങ്ങൾ സൈക്ലിങ്ങിന് കയറിട്ടോ. നല്ല പാടാണ് കേട്ടോ ചവിട്ടാൻ. അതിങ്ങനെ മുകളിൽ കൂടെ പോകുമ്പോൾ താഴ്ത്തിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പേടിയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പുചേട്ടനും ദാ ഗൈസ് പോകുന്നുണ്ട്. ഞാൻ കയറണമെന്നൊക്കെ പറഞ്ഞു, എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എന്നെ കയറ്റിയില്ല ഗൈസ്. ഭയങ്കര കഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലും കയറി ഗൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇടയ്ക്ക് വെച്ച് കയറിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം എല്ലാവരുടെയും കയറ്റിപ്പോൾ ദാ ഗൈസ് എല്ലാവരും കയറുന്നുണ്ട്. ശർമിള ചേച്ചിയും പ്രസന്ന ചേട്ടനും അച്ചുചേച്ചിയൊക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ചു ചേച്ചി നല്ല ഭംഗിയിൽ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വേണ്ടവർ ശർമിള ചേച്ചിയോട് പറഞ്ഞിട്ട് ഹെയർ ബാൻഡൊക്കെ വാങ്ങാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറി കഴിഞ്ഞിട്ട് നേരെ ഊണ് കഴിക്കാൻ കയറി കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല അടിപൊളി ചിക്കൻ കറിയും മീൻ വറുത്തതും മീൻ കറിയും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ കൃഷി ചെയ്യണ പച്ചക്കറികളും ഫിഷൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലോണം കഴിക്കാൻ പറ്റി കേട്ടോ. പിന്നെ ആ ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പെഡൽ ബോട്ടിങ് ചെയ്യാനാണ് കേട്ടോ. ഗൈസ് ലൈൻ നിൽക്കുകയാണ് കയറാനായിട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ പെഡൽ ബോട്ടിൽ കയറിട്ടോ. ചവിട്ടാനൊക്കെ അത്യാവശ്യം പ്രയാസം ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ എന്താ ഗൈസ് അവിടെ മുഖം മുറിച്ചിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടില്ല, ഈ നടുക്കിരിക്കണം ഞാൻ പറഞ്ഞു, മറ്റേ ഹാൻഡിലിൽ തിരിക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നീന്താൻ കയറിട്ടോ. ഈ സ്വിമ്മിംഗ് പൂളില്ലേ, 2 ഫാമിലി സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മളിതിലും അവരിതിലും അങ്ങനെയാണ് കേട്ടോ കയറിയത്. അപ്പം നല്ല ആളുണ്ടായിരുന്നു, എന്നാലും ഞാൻ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി റെയിൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പാട്ടൊക്കെ വെച്ച് റെയിൻ ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ. അങ്ങനെ റെയിൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറി പാർക്കിലേക്ക് കളിക്കാൻ പോയിട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ കളിച്ചിട്ട് ഞങ്ങൾ ഗൈസ് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്തായാലും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഇതേപോലെ ഗ്രൂപ്പൊക്കെ ആയിട്ടും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു തനിമ. എല്ലാവരും ക്ഷീണിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം പെട്ടെന്നൊന്ന് വണ്ടിയിൽ കയറിയിരുന്നാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. പിന്നെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റെയിൻ ഡാൻസും സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ബാക്കി എല്ലാത്തിനെയും വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. അങ്ങനെ പാട്ടും ഡാൻസും അടിപൊളിയായിരുന്നു. രാത്രി ബസ്സിൽ അടിച്ചുപൊളി മേളായിരുന്നു കേട്ടോ. മറ്റേ ലേസർ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ച് നല്ലോണം വരാൻ പറ്റി. ട്രിപ്പൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. നിങ്ങൾ എൻജോയ് ചെയ്തു ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ. പോകരുത് കേട്ടോ, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ലൈക്കൊക്കെ ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. താങ്ക് യു.